എന്നാടാ 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 മുന്നു എന്നാ നീ ഓ എന്നാ. ഹലോ, എല്ലാവർക്കും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. മണിക്കൂറിന് അംഗനവാടി പോയി. ഇന്ന് ചേച്ചിക്ക് 12 മണി വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല, അവൾ വീട്ടിലുണ്ട് കേട്ടോ, മേളിലാണ്. അപ്പോൾ ഞാനും കുഞ്ഞാപ്പിയും കൂടി ഇവിടെ കിടക്കുവാണേ. അവൻ്റെ വേറെ എങ്ങാണ്ടോട്ട് നോക്കി നിൽക്കും കേട്ടോ, അവിടെ എങ്കിലും ഒന്നുമില്ല. ആ മേളിലോട്ട് നോക്കി ജനലിൻ്റെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇനി അവനെ കുളിപ്പിക്കണം. അങ്ങനെ രാവിലെ ഇവിടുന്ന് പണിക്ക് പോയ ആളാണ് കേട്ടോ. തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, ഇന്ന് പണിയില്ലായിരുന്നു. അപ്പോൾ ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. ചേട്ടൻ കിടന്നുറങ്ങിയാനോ? ചേട്ടാ വീട്ടിൽ കിടന്നുറങ്ങിയാനോ? കിടന്നുറങ്ങിയാനോ? ഉറങ്ങിയാനോ എനിക്ക്? ഇന്ന് പോയിട്ട് പണിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ബീഫ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിരിക്കുകയാണ് കേട്ടോ, തൊട്ടിലേക്ക് കിടത്തിയിരിക്കുക. പക്ഷേ ആൾ ഉറങ്ങുന്നൊന്നുമില്ല. അപ്പം കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇന്ന് ബീഫ് ചേട്ടൻ്റെ വകയാണ് കേട്ടോ. ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടമാണ്. ഒരു മൂഡനുസരിച്ചൊക്കെ പുള്ളി വെച്ചോളാമെന്ന് പറയും. ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതെല്ലാം അരിഞ്ഞ് വറുക്കി കൊടുക്കണം. കഴുകി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഇന്നിപ്പോൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ മുമ്പിൽ കൊടുത്താലാണ് ആളുണ്ടാക്കി തരുവോളെ. പക്ഷേ അടുക്കള കംപ്ലീറ്റ് കുളവാക്കി തരുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും അരിഞ്ഞ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ സവോളയും ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, തക്കാളി എല്ലാം അരിഞ്ഞ് അങ്ങനെയെല്ലാം നമ്മുടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്കൊന്നും അറിയണ്ട, ആൾ വെച്ചോളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്നുണ്ട് പച്ചക്കറികളൊക്കെ അരിയാണ്. അപ്പോൾ ചേട്ടനത് കഴുകി എടുക്കാണ് കേട്ടോ. ചെറുക്കനെ ഞാൻ അവിടെ കിടത്തിയിട്ട് അവനെങ്ങും ഇച്ചിരി നമ്മേ ഉറങ്ങിയോളൂ. അപ്പനെ അവിടെ നിന്ന് ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനെ എഴുന്നേറ്റ് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ വന്നു കേട്ടോ. അവനെ ആട്ടിയാലൊന്നും അവൻ ഉറങ്ങുന്നൊന്നുമില്ല. പിന്നെ ഞാൻ അവനെങ്ങ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവിടെ ഇരിക്കുമ്പോൾ കൊച്ചിന് ഉറക്കം വരുമോ, അവനെങ്ങും ഉറങ്ങിയൊന്നുമില്ല. പിന്നെ നേരെ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു കേട്ടോ. അപ്പോൾ അവിടെ കറിവെപ്പ് തുടങ്ങിയിരിക്കുകയാണ്. മണിയുടെ അനിയനെ കറി റെഡിയായി ഗൈസ്. കറി, മോര് കറി റെഡിയായി. കുഞ്ഞാപ്പി അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാപ്പിനെ ആരും വിളിക്കേണ്ടി വന്നില്ല. കഴിക്കാറായപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളത് ചോറിനുമാണ്. അപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ട് ഇന്നത് ബീഫ് കറിയും പിന്നെ തക്കാളി ഇട്ട മോര് കറിയും പിന്നെ ബീട്രൂട്ട് തോരനും ഇതായിരുന്നു കേട്ടോ ഞങ്ങൾക്കിന്ന് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇവിടെ ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ. നല്ല ചെറുതല്ല, ഒരു കുഞ്ഞ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ഞാനൊരു ചായ കുടിക്കുകയാണ്. പിന്നെ കുഞ്ഞാപ്പി താഴത്തായിരുന്നു കേട്ടോ, അപ്പൂസിൻ്റെയൊക്കെ വീട്ടിലായിരുന്നു. പിന്നെ മണിക്കുട്ടനും കുഞ്ഞാറ്റയും കൂടി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് കുളിച്ചോളാൻ പറഞ്ഞു മഴയത്ത്. അപ്പോൾ കുഞ്ഞാപ്പിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ പോയതാണ്. വലിയൊരു മഴ പെയ്തില്ല, എന്നാൽ മഴ പെയ്യുകയും ചെയ്തു കേട്ടോ. അതുപോലൊരു കുഞ്ഞു മഴ പെയ്തിട്ടുണ്ടായിരുന്നപ്പം പിള്ളേർ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെല്ലാവരും മഴയത്ത് കുറച്ച് നേരം കളിച്ചു കേട്ടോ. മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവർ മഴയത്ത് ഇങ്ങനെ കുളിച്ചു കേട്ടോ, മഴയത്ത് കുളിച്ചു. ഒരു കാറ്റ് വന്നപ്പോഴത്തേക്കിനും കുഞ്ഞാറ്റയുടെ കയ്യിലുണ്ടായിരുന്ന കുട കണ്ടോ, തീ ഇതുപോലെ അങ്ങ് കമന്ന് പോകുന്നു കേട്ടോ. പിന്നെ അതങ്ങ് പിടിക്കുമ്പോൾ തന്നെ ശരിയായിക്കോളുമല്ലോ. പിന്നെ അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മുടെ നേലത്തെ കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടോ, അവരവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല രസമല്ലേ കാണാനായിട്ട്, അതൊക്കെ ഒരു സന്തോഷമല്ലേ. അതെ, നമ്മുടെ പിള്ളേരാണ് അവിടെ നിന്നുകൊണ്ട് ഭയങ്കര കളിയാണ് കേട്ടോ. ഈ മഴയത്തും അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുട്ടി മഴ പെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബായ്.